പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ നുഴഞ്ഞു കയറിയത് 1.5 കൊല്ലം മുമ്പാണെന്ന് വിവരം ലഭിച്ചു. സാംബ കത്വ മേഖലയിൽ അതിർത്തി വേലി മുറിച്ചാണ് ഭീകരർ നുഴഞ്ഞു കയറിയെന്നാണ് സൂചന ലഭിക്കുന്നത്. ഭീകരർ പാക് പൗരന്മാരാണെന്ന് സ്ഥിരീകരിച്ചു. പാക് കസ്റ്റഡിയിലുള്ള BSF ജവാനെ മോചിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് എടുത്തിട്ടില്ല. അതിർത്തിയിൽ ഇപ്പോഴും പാക് പ്രകോപനം തുടരുകയാണ്. വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുന്നു. അതേപോലെ ഈ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ ബൽറാം നെടുങ്ങാടി കൂടി ശ്രീനഗറിലുണ്ട്. അതുപോലെ ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും ചേരും. BSF ജവാന്റെ മോചനം നീണ്ടുപോകുന്നതിനെ കുറിച്ചാണ് വിനീത പറയുക. അതുപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാർ കൂടി ചേരും വിവരങ്ങളെ വിലയിരുത്താൻ. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഹാഷ്മി, ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. അവർ പാകിസ്ഥാനിലേക്ക് എങ്ങാനും കടന്നുപോയി എന്ന സംശയം സുരക്ഷാ ഏജൻസികൾക്കുണ്ടോ? ഗുഡ് മോർണിംഗ്. എസ്കേൻ, ഗുഡ് മോർണിംഗ്. എസ്കേൻ, അങ്ങനെ ഒരു സംശയം എന്തായാലും സുരക്ഷാ ഏജൻസികൾക്കില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാം. എസ്കേൻ, പഹൽഗാമിന് ചുറ്റുമുള്ള വിശാലമായ വനമേഖലയാണ്. അനന്താഗുണ്ട്, കൊക്കർനാഗ് വനമേഖലയുണ്ട്. അങ്ങനെ വിശാലമായ വനമേഖലകളിൽ ഈ പറയുന്ന ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും സുരക്ഷാ ഏജൻസികൾ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അടുത്തേക്ക് പല മേഖലകളിലായി പല ഭാഗങ്ങളിൽ പല ദിവസങ്ങളിൽ അവർ അടുത്തേക്കൊക്കെ പലതവണ എത്താനാവുന്നത്. പക്ഷേ നമുക്കറിയാം എസ്കേൻ, ഇത് അങ്ങേയറ്റം ദുർഘടമായത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ദുർഘടമായ വനമേഖലകളാണ്. ഈ ഭീകരരാവട്ടെ ഈ വനമേഖലകളിൽ ഒളിച്ചിരിക്കാൻ കൃത്യമായ പരിശീലനം കിട്ടിയവരാണെന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഇടയ്ക്കൊരു പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ഗ്രാമത്തിലിറങ്ങി ഭക്ഷണം മോഷ്ടിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും ആ മേഖല വിട്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനിലേക്കോ ഇനി ഈവൻ ജമ്മു മേഖലയിലേക്കോ പോലും അത്രയധികം കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇവരെവിടെയാണെന്ന കാര്യം കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട് അന്വേഷണ ഏജൻസി. ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ അവരെ ജീവനോടെയോ അല്ലാതെ പിടികൂടി എന്നുള്ള നല്ല വാർത്ത പഹൽഗാമിൽ നിന്ന് വരും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എസ്കേൻ, അതിനിടയിലാണ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് ഭീകരവാദികൾ, ഈ പറയുന്ന ഭീകരവാദികൾ നമ്മുടെ കശ്മീരിലേക്ക് കടന്ന് പാകിസ്ഥാനിൽ നിന്ന് കശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയത് 1.5 വർഷം മുൻപാണ്. അത് ഇവർ മാത്രമല്ല, ഒരു സംഘം നുഴഞ്ഞുകയറ്റക്കാർക്കും ഒരു സംഘം തീവ്രവാദികൾക്കൊപ്പമാണ് ഇവരും നുഴഞ്ഞു കയറിയതെന്ന് വിവരം വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടവർ പാക് ഭീകരരാണ്. അലിഭായ്, ഹാഷിം മൂസ എന്നീ 2 പേരുകൾ എടുത്തു പറഞ്ഞത്. അതിൽ ഈ പറയുന്ന അലിഭായി സോൺമാർഗ് ടണൽ ആക്രമണത്തിൽ പങ്കെടുത്ത ആളാണ്. സ്കേൻ, പോയ വർഷമാണ് സോൺമാർഗ് ടണലിന്റെ നിർമ്മാണത്തിലിരുന്ന ആ സൈറ്റിലേക്ക് ഒരു ട്രക്ക് ഇടിച്ചു കയറ്റി 7 പേർ കൊല്ലപ്പെട്ട ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായത്. ആ തീവ്രവാദി ആക്രമണത്തിൽ പങ്കെടുത്ത ആളാണ് അലിഭായ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ, ഇത്തരത്തിലുള്ള ദുരൂഹമായ ഇത്തരത്തിൽ ചോരപ്പുഴ ഒഴുക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് വലിയ പരിശീലനം കിട്ടിയ ആളാണ് അലിഭായ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഹാഷിം മൂസയെ പറ്റി പറഞ്ഞ ഹാഷിം മൂസ എത്ര ദുർഘടമായ വനാന്തരങ്ങളിലും ദീർഘനാൾ കഴിയാൻ, മാസങ്ങളോളം കഴിയാൻ, താമസിക്കാൻ, ജീവിക്കാൻ പരിശീലനം കിട്ടിയ ആളാണെന്ന് പറയുന്നു. അപ്പോൾ അത്രത്തോളം പ്രാക്ടീസായ, അത്രത്തോളം പരിശീലനം കിട്ടിയ തീവ്രവാദികളാണ് ഇവർ എന്ന് തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് അവരെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള ഒരു കാലതാമസം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇവിടുത്തെ പ്രാദേശിക ഭീകരവാദി ആദിൽ ഹുസൈൻ തോക്കറയും പ്രദേശവാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രദേശവാസികൾ ഇവരുടെ ചിത്രം, ഈ അലിഭായ്, ഹാഷിം മൂസ, ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരെ തിരിച്ചറിയുന്നത് സെഡ്മോർ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട ജുനൈദ് അഹമ്മദ് ഭട്ടിന്റെ ഫോണിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രം വെച്ചിട്ടാണ്. ആ ചിത്രം വെച്ച് പ്രദേശവാസികളെയൊക്കെ കാണിക്കുമ്പോഴാണ് ഇവരാണെന്ന കാര്യം അറിയുന്നത്. അപ്പോൾ ഏകദേശം 1.5 വർഷം മുമ്പ് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറുകയും പ്രാദേശിക സഹായം സ്വീകരിക്കുകയും ഇതിനുവേണ്ടിയുള്ള ഓപ്പറേഷൻ വളരെ നേരത്തെ തന്നെ സജ്ജമാക്കുകയും ചെയ്ത ഭീകരരാണ്, കൊടും ഭീകരരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരിലേക്ക് എത്താനുള്ള കാലതാമസം. പക്ഷേ നമ്മുടെ സുരക്ഷാ ഏജൻസിയും ജമ്മു കാശ്മീർ പോലീസ് ആവട്ടെ, സേനാ വിഭാഗങ്ങളാവട്ടെ, ഇവർക്ക് പിന്നാലെ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏത് സമയവും ഒരു വാർത്ത പഹൽഗാം വനമേഖലയിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് എസ്കേൻ കരുതുന്നത്. അതിനിടയിലാണ് എസ്കേൻ, പാകിസ്ഥാൻ അങ്ങേയറ്റം വിരളി പൂണ്ട് എന്തൊക്കെയോ പറയുകയോ എന്തൊക്കെയോ ചെയ്യുകയോ ചെയ്യുന്നത് നിർത്തുന്നില്ല. ഏറ്റവും ഒടുവിൽ പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞത് പാകിസ്ഥാൻ മണ്ണിലേക്കുള്ള ഇന്ത്യൻ ആക്രമണം ആസന്നമാണ്, പാകിസ്ഥാൻ ഏതു സമയവും കരുതിയിരിക്കുന്നു എന്നാണ് പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രി അങ്ങനെ പറഞ്ഞുകൂടാത്തതാണ്. പക്ഷേ പ്രതിരോധ മന്ത്രി ഇന്ത്യയെ ആണവ രാജ്യമാണ് പാകിസ്ഥാൻ നോക്കണം എന്ന് പറഞ്ഞ മറ്റുള്ള അതിരുകടന്ന അവകാശവാദങ്ങളൊക്കെ ഈ ദിവസങ്ങളിലും ആവർത്തിക്കുന്നു. മാത്രമല്ല പ്രകോപനം അതിന്റെ അങ്ങേയറ്റം തുടരുന്നു. എസ്കേൻ, ഇന്നലെ പാകിസ്ഥാൻ അവരുടെ നോർത്തേൺ മധ്യ കമാൻഡുകൾ അവരുടെ വ്യോമാഭ്യാസ പ്രകടനമൊക്കെ നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അതിർത്തിയിലേക്ക് കൂടുതൽ സന്നാഹങ്ങളൊക്കെ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എസ്കേൻ, അവരുടെ ചെയ്തികൾ കണ്ടാൽ തോന്നും ഈ പറയുന്ന രീതിയിൽ പഹൽഗാം
പാകിസ്ഥാനിലാണെന്നും അവിടുത്തെ പാകിസ്ഥാനിലെ 26 പേരാണ് കൊല്ലപ്പെട്ടതെന്നും കണ്ടാൽ തോന്നും. പിന്നെയും മുറുമുറുപ്പ് എന്നൊക്കെ പറയും മട്ടിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന പാകിസ്ഥാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അവർക്ക് കിട്ടുന്ന ചൈനീസ് പിന്തുണയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. സ്കെയിൻ ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ആയുധങ്ങൾ ചൈന പാകിസ്ഥാന് കൈമാറുന്നു എന്നുള്ള ചില വിവരങ്ങൾ ചില ലോകത്തെ പ്രധാനപ്പെട്ട ചില പ്രതിരോധ വെബ്സൈറ്റുകൾ, ചില ഡിഫൻസ് വെബ്സൈറ്റുകൾ പറയുന്നുണ്ട്. PL-15 അങ്ങനെ നൽകിയതാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ PL-15 ദീർഘദൂര മിസൈൽ ചൈന പാകിസ്ഥാന് നൽകിയതാണോ അതോ പാകിസ്ഥാൻ പറയുന്ന വെറും വ്യാജമാണ്? പല കാര്യങ്ങൾ ഈ പറയുന്ന ആയുധങ്ങളുടെ ഉള്ള കാര്യത്തിൽ, ആണവ ന്യൂക്ലിയർ വാർഹെഡ്സിന്റെ ഒക്കെ കാര്യത്തിൽ പാകിസ്ഥാൻ അതിരുകടന്ന അവകാശവാദവും വീമ്പും പറയാറുണ്ട്. അത്തരത്തിൽ പറയുന്ന വീമ്പാണ് PL-17 ഞങ്ങൾ കിട്ടിയെന്നുള്ളതാണ് ഇന്ന് വിലയിരുത്തുന്ന ചില പ്രതിരോധ വിദഗ്ധർ ഇന്ത്യയിലുണ്ട്. എന്തായാലും എസ്കെ ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് കരുതുന്നു. കാരണം ഇന്നലെയാണ് ഈ ഭീകരർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ ഈ സേനയ്ക്ക് കിട്ടുകയും 4 സ്ഥലങ്ങളിൽ അവരുമായി ഏതാണ്ട് ഒരു എൻകൗണ്ടറിന് അടുത്തുവരെ എത്തുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ കിട്ടിയത്. അപ്പോൾ സീറോയും ചെയ്യുന്നു, അവരിലേക്ക് ഈ പറഞ്ഞ തീവ്രവാദികളിലേക്ക് സീറോയും ചെയ്യുന്നു നമ്മുടെ സേനാ വിഭാഗങ്ങൾ എന്ന് വേണം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ. ഇത് ഒരു കൊടും ടെറൈനാണ്, അങ്ങേയറ്റം ദുർഘടമായ, അങ്ങേയറ്റം ദുഷ്കരമായ കൊടും ടെറൈനാണ്. ആ ടെറൈനിൽ തന്നെ പരിശീലനം നേടിയ, ദീർഘവർഷങ്ങളിൽ പരിശീലനം നേടി ഇത്തരം ടാസ്റ്റാറ്റിലെ അറ്റാക്ക് നടത്താൻ പരിശീലനം നേടിയ തീവ്രവാദികളാണ്. അപ്പോൾ അവർ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിക്കും എന്ന കാര്യം തർക്കമില്ല, എന്ന കാര്യം സംശയമില്ല. പക്ഷേ ഈ പറയുന്ന പരിശീലന ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഭീകരരെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടി സൈന്യം എന്നുള്ള വാർത്ത അധികം വൈകാതെ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും എന്നതാണ് ഇവിടെ ബാരാമുള്ളയിലേക്ക് പോകുന്ന വഴിയിൽ നിൽക്കുമ്പോഴുള്ള പ്രതീക്ഷ. എസ് കെ.